ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ ഗ്രഹിച്ച് അവയനുസരിച്ച് നമ്മുടെ ജീവിത ശീലങ്ങളെയും സമ്പ്രദായങ്ങളെയും ഇടപാടുകളെയും ബന്ധം ചേർക്കുന്നതും മുറിക്കുന്നതും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെയും രഹസ്യവും പരസ്യവുമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും ചിട്ടപ്പെടുത്താൻ ശ്രദ്ധ പുലർത്തണം. അതാണ് ജീവിത വിജയത്തിൻ്റെ മാർഗം എന്നാണ് നമ്മൾ ഓരോരുത്തരും ഉറച്ച് വിശ്വസിക്കുന്നത്. ആ വിശ്വാസം നമ്മുടെ കർമ്മപഥത്തിൽ പ്രതിഫലിക്കണം. അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. പാളിച്ചകളും വീഴ്ചകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും സംഭവിക്കുമ്പോൾ അവ തിരിച്ചറിയുന്ന ആദ്യ നിമിഷം തിരിഞ്ഞു നടന്നെങ്കിലേ തിരിച്ച് നടപ്പ് സാധ്യമാകൂ എന്നോർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകളും വീഴ്ചകളും പോരായ്മകളും പടച്ച തമ്പുരാൻ അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ആരെയൊക്കെ അള്ളാഹു തിരിച്ചു വിളിച്ചോ അവരോടൊക്കെയും അവൻ കരുണ കാണിക്കുകയും അവരുടെ അമലുകൾ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യജീവിതത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പല ആരാധനാ കർമ്മങ്ങളുമുണ്ട്. ഒരു 2-4 ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു ഖുതുബയിൽ ഹജ്ജിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ മുഖ്യമായ ഉദ്ദേശ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഉണർത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആകത്തുക മനുഷ്യ മനസ്സുകളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കുകയും ആ സ്മരണ അവൻ്റെ ജീവിതത്തിൽ ചാലിച്ചെടുക്കുന്നതിന് അവനെ പ്രാപ്തമാക്കുകയുമാണ്. പതിവായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങളിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിയേണ്ടത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ സംസ്കരണത്തിന് ഈ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ, ദൈവസ്മരണ, ദിക്റുള്ള എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു ഘടകം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അത് നമ്മളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കാകുന്നു എന്നുള്ളതാണ്. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങളറിയണം, മനുഷ്യൻ്റെ മനസ്സിനും അവൻ്റെ ശരീരത്തിനും അവനുമിടയിൽ, ഒരു മനുഷ്യനും അയാളുടെ കൽബും, ഇതിനിടയിൽ അള്ളാഹു ഉണ്ട്. അത്രയും സൂക്ഷ്മമാണ് അവൻ്റെ സാന്നിധ്യം എന്നതാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ്റെ കണ്ഠനാടിയേക്കാൾ അവനോട് സമീപസ്ഥനാണ്. അതല്ല ഇപ്പോൾ വിഷയം, അത് ഇതിലെ ഒരു ഘടകമാണ്. രണ്ടാമത്തത്
നമ്മൾ മടങ്ങിച്ചെല്ലുന്നത്, നമുക്ക് തിരിച്ചു ചെല്ലാനുള്ളത് റബ്ബിൻ്റെ അടുക്കലേക്കാണ്. പുനർജന്മം, മരണാനന്തര ജീവിതം, പരലോക വിശ്വാസം എന്നിങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലൂടെ ഈ ജീവിതത്തിന് ശേഷം നമുക്ക് വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ സംബന്ധിച്ച് ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും അവിടെ കൊണ്ടുപോയിട്ടാണ് അള്ളാഹു ഘടിപ്പിച്ച് നിർത്തുന്നത്. അങ്ങനെ പറഞ്ഞാൽ അത്ര അളവിൽ നമ്മളത് ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തോന്നിപ്പോകും. നമ്മളുടെ പ്രവൃത്തിയിൽ അത്ര അളവിലില്ല, നമ്മുടെ സംസാരത്തിൽ അത്ര അളവിലില്ല, നമ്മുടെ പ്രബോധന പ്രചാരണ സംസ്കരണ പ്രവർത്തനങ്ങളിലും അത്ര അളവിലില്ല. എത്ര അളവിലാണോ ഖുർആൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അത്രയും അളവിൽ. അപ്പോൾ അതൊരു പോരായ്മയാണ്. നമ്മളെല്ലാവരും മനസ്സിരുത്തി മനസ്സിലാക്കി പരിഹരിക്കേണ്ട ഒരു പോരായ്മ എന്ന് പറയാം. എന്താണ് വിഷയം? നമുക്ക് തിരിച്ചു ചെല്ലാനുള്ളത്, ഒന്ന് അള്ളാഹു നമ്മെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്ക് തിരിച്ചു ചെല്ലാനുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. മനുഷ്യൻ ഏതവസ്ഥയിലായാലും, ഇത് വിശ്വാസികളുടെ പ്രശ്നം മാത്രമല്ല, അള്ളാഹ് ഈ ഖുർആനിലൂടെ പറയുന്നത് മുഴുവൻ മനുഷ്യരോടുമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഭൂമുഖത്ത് അവനെ എങ്ങനെ ജീവിക്കണം ഇതിനെ സംബന്ധിച്ചാണ് പടച്ചോൻ പറയുന്നത്. അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമാണ് പ്രവാചകനെ, പ്രബോധനം ചെയ്യാനും പരിശീലിപ്പിക്കാനുമാണ് പ്രവാചകന്മാരെ അയച്ചത്. അതുകൊണ്ട് തന്നെ ഈ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള എല്ലാം ദ്രവിച്ച് മരിച്ച് മണ്ണിൽ വെച്ച് ദ്രവിച്ച് മണ്ണോടടിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഇതാ മിത്ന വക്കുന്ന തുറാബൻ ഇന്ന ലമബഊസൂൻ, നിങ്ങളിപ്പോൾ എന്താ ഈ പറയണത്? ഞങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞ് ദ്രവിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ജീവിപ്പിക്കപ്പെടും എന്നാണോ? ഈ സംശയം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗമിച്ചിട്ട് മനുഷ്യനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന അത്ഭുത രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ചെപ്പുകൾ തുറക്കപ്പെട്ടിട്ടും വൈജ്ഞാനികമായ ആ പുരോഗതി മരണാനന്തര ജീവിതത്തെ ബലപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അത് ബലപ്പെടുത്തുകയല്ല, ദുർബലപ്പെടുത്തുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. മനുഷ്യൻ തനിക്ക് താൻ പോകുന്നവനാണ് എന്ന് കരുതുകയാണ് ഉണ്ടായിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജിൽ ചെറിയ ചെറിയ എല്ലാ അധ്യായങ്ങളും, നിങ്ങൾ ഈ മക്കിയായ അധ്യായങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അവിടെ കൊണ്ടുപോയി ഘടിപ്പിച്ച് നിർത്തുകയാണ്. ഒരു പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് സൂറത്ത് തന്നെ വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും വസനൂഹും യഖ്സിറൂൻ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ആളുകളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നു വാങ്ങുമ്പോൾ പൂർത്തീകരിച്ചു വാങ്ങുകയും അളന്നോ തൂക്കിയോ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നു. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. നമുക്ക് ധർണയോ പിക്കറ്റിങ്ങോ, ഇങ്ങനെ നടത്തുന്ന കടകളുടെ മുമ്പിൽ ധർണയോ പിക്കറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിഷേധ മാർഗങ്ങളോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബഹിഷ്കരണാഹ്വാനമോ ഒക്കെ നടത്താൻ പറ്റും. അങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹം. പക്ഷെ അള്ളാഹു ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറയാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം വരുത്തൽ എന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അള്ളാഹു ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഇത്രയും പറഞ്ഞ ശേഷം അടുത്ത പ്രയോഗം എന്താണ്? അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം. അറിയുക, അവർ കരുതുന്നില്ല ഇങ്ങനെ അവർ പുനർജീവിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു വിചാരവും അവർക്കില്ലേ ഒരു ഭീതിതമായ ദിനത്തിൽ? അപ്പോൾ ഈ സാമൂഹിക പ്രശ്നത്തെ പരലോക വിശ്വാസത്തിൽ കൊണ്ടുപോയി കെട്ടിയിരിക്കുകയാണ്. ഒരു വിഷയമല്ല. നിങ്ങൾ ഖുർആനെടുത്ത് പരിശോധിച്ച് നോക്കൂ, മുഴുക്കെ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുടെ ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ഒരു മനുഷ്യനെ മതിക്കേണ്ട ഒരു വിചാരമാണിത്. യാ യുഹന്ന സൂറത്തുൽ ഹജ്ജിൻ്റെ
5-ാമത്തെ സൂക്തം തുടങ്ങി ലേശം മുന്നേ സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സ്സാഅതി ലശൈഉൻ അളീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ എന്ന് പറഞ്ഞിട്ട് ലോകാവസാനത്തിൻ്റെ ഭയവിഹ്വലമായ അവസ്ഥകൾ അത് വിവരിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ലേശം മുന്നോട്ട് പോകുമ്പോൾ യാ അയ്യുഹന്നാസ് ഇൻകും യാ അയ്യുഹന്നാസ്, യാ മനുഷ്യരെ, നേരത്തെ ഞാൻ പറഞ്ഞു മൊത്തം മനുഷ്യരെയാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത്. എല്ലാ മനുഷ്യരോടും അള്ളാഹു പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഭൂമിയിൽ മറ്റ് ജന്തുജാലങ്ങളെപ്പോലെയല്ല, നിങ്ങൾ വിവരവും വിവേകവും നൽകപ്പെട്ടവരാണ്. വിവരവും വിവേകവും നൽകപ്പെടുകയും ആ വിവരവും വിവേകവും ഉപയോഗിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെടുകയും ചെയ്തവരാണ്. ആ സ്വാതന്ത്ര്യം നിങ്ങൾ യഥാവിധി ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് രക്ഷ. ആ സ്വാതന്ത്ര്യം നിങ്ങൾ ദുർവിനിയോഗം ചെയ്ത് നിങ്ങളുടെ തന്നെ കാര്യം തീരുമാനിക്കാനും നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാനും തീരുമാനിച്ചാൽ നിങ്ങൾക്ക് നാശം. ഇതാണ് ഇസ്ലാം പറയുന്ന പ്രബോധനത്തിൻ്റെ ആകത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ ഈ പടച്ചവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അടിക്കടി പറയുന്നത് പോലെ ആ പടച്ചവൻ്റെ മുമ്പിലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരും എന്ന കാര്യത്തെക്കുറിച്ചും അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓർക്കേണ്ടതാണ്. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്: യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. നിങ്ങൾക്ക് ഈ പുനരുജ്ജീവിപ്പിക്കപ്പെടും. മരിച്ച ശേഷം മണ്ണടിഞ്ഞ ശേഷം എന്തോ ചെയ്യട്ടെ, മരിച്ച ആ മൃതശരീരം എന്തോ ആവട്ടെ, എന്നിട്ട് ഇതിന് പിന്നെയും ഒരു തിരിച്ചുവരവുണ്ടാവും എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം: ശൂന്യതയിൽ നിങ്ങളുടെ ആദിപിതാവിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് നാമാണ്. ഓരോ മനുഷ്യൻ്റെയും ജനനത്തിന് ഇടയാക്കുന്ന ഘടകങ്ങളൊക്കെയും ഊറിക്കൂടി വരുന്നത് മണ്ണിൽ നിന്നാണ് എന്നും മനസ്സിലാക്കാം. ആദമിനെ നേർക്ക് നേരം മണ്ണുകൊണ്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അത് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം പിന്നീട് ആ മനുഷ്യ വംശാവലിയുടെ നിലനിൽപ്പിന് അവൻ വേറെ ഒരു മാർഗം വെച്ചു. അഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്. തുടക്കത്തിൽ മനുഷ്യാരംഭം അങ്ങനെയാണ്. സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നെ ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന്, കണ്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കാവുന്ന ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന്, സുമ്മ മിൻ അലഖത്തിൻ, അങ്ങനെ ആ ഇന്ദ്രിയ തുള്ളികളും പുരുഷന്റെ ഈ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് ഒരു മാംസപിണ്ഡമായി അലക്കത്ത് എന്നാണ് ഖുർആൻ അതിന് പ്രയോഗിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ ഒരു മാംസപിണ്ഡം. പക്ഷെ അതിന് ആ ഭാഷാ പ്രയോഗത്തിനൊരു പ്രസക്തിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് വെറും ഒരു മാംസപിണ്ഡമല്ല. മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രകൃതി, ഒരു പൊതുവെയുള്ള പ്രകൃതം, അതിനകത്തില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം അതിനകത്തേക്ക് ചെന്നാൽ ഏതെങ്കിലും ഒരു വഴി അത് പുറന്തള്ളും. അതിൽ നിന്ന് ശരീരത്തിന് വല്ലതും സ്വാംശീകരിക്കാൻ പറ്റുന്ന ഭക്ഷണ പദാർത്ഥമാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയോട് ചേർന്ന സാധനമാണെങ്കിൽ അതിൽ നിന്ന് എടുക്കേണ്ടതെടുത്ത് അതിൻ്റെ ഉച്ഛിഷ്ടം പുറന്തള്ളും. പ്രകൃത്യ ശരീരത്തോട് അത് യോജിക്കാതെ പോകുന്നുവെങ്കിൽ ഛർദിയോ അതിസാരമോ ഏതെങ്കിലും വഴിയോ ഒക്കെ അതിൻ്റെ എല്ലാ കേടുപാടുകളും പോകുന്നത് വരെ ശരീരം പ്രതികരിച്ചുകൊണ്ടിരിക്കും. ഈ ലിവറൊക്കെ മാറ്റിവെച്ച ആളുകൾക്ക് ആ ലിവർ, വേറൊരാളുടെ ലിവർ ഒരാളിൽ തുന്നിപ്പിടിപ്പിച്ചാൽ അത് അതിൻ്റെ പുറന്തള്ളൽ പ്രകൃതത്തെ അതിജയിക്കാൻ വേണ്ടിയുള്ള ശക്തിയുള്ള മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് അവർക്ക് പ്രതിരോധശേഷി കുറവായിരിക്കുമെന്നും സമ്പർക്കം കുറക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രകൃതമാണ്. അങ്ങനെയുള്ള ശരീരത്തിനകത്തേക്ക് ഈ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്ന് ഒരു മാംസപിണ്ഡം രൂപപ്പെടുന്നതിൻ്റെ ആദ്യ നിമിഷം മുതൽ ഇതിനെ പുറന്തള്ളാനുള്ള ശ്രമത്തിലാണ് ശരീരം. എത്ര ബഹിഷ്കരിക്കാൻ ശ്രമിച്ചാലും ബഹിഷ്കൃതമാവാതെ അള്ളിപ്പിടിച്ച് അവിടെ തന്നെ നിലകൊള്ളുന്ന ഒരു സാധനം എന്നതാണ് അലക്ക്.
യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗാത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. അങ്ങനെ ഈ മാംസപിണ്ഡം ക്രമേണ അസ്ഥികളുടെ മേലെ പൊതിഞ്ഞ്, അസ്ഥികളുടെ മേലെ പൊതിയുന്നതിന് മുമ്പുള്ള കേവല മാംസപിണ്ഡമായും പിന്നീട് അസ്ഥികളുടെ മേലെ പൊതിഞ്ഞും, അങ്ങനെ നിങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരികയാണ്. ഇതിപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ആധുനിക ഗൈനക്കോളജിയോ അല്ലെങ്കിൽ ആധുനികമായ മനുഷ്യൻ്റെ അനാട്ടമിയോ ഒക്കെ വിശകലനം ചെയ്യുന്ന ശാസ്ത്രം പറയല്ല അല്ല. 6-ാം നൂറ്റാണ്ടിലെ അറബികളാണ് അള്ളാൻ്റെ അപ്പോഴത്തെ അഭിസംബോധിതർ. ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും തുടർന്ന് വരുന്ന അഭിസംബോധിതരാണ്. ഇവരിലെ ഏറ്റവും പാണ്ഡിത്യമുള്ള ഒരാൾക്കും ഇവരിലെ ഏറ്റവും സാധാരണക്കാരനും ഈ കാര്യങ്ങൾ മനസ്സിലാവണം. അങ്ങനത്തെ പ്രയോഗങ്ങളെ ഖുർആൻ ഇവിടെ നടത്തിയിട്ടുള്ളൂ. കാരണം ശാസ്ത്രം പഠിപ്പിക്കലല്ല ഖുർആൻ്റെ ഉദ്ദേശം. മനുഷ്യൻ അവനെ തന്നെ അവലംബിച്ച് സ്വയം ബമ്പ് കാട്ടി തനിക്ക് താൻ പോന്നവനാണെന്ന് കരുതി തൻ്റെ മേലെ വേറെ ആരുമില്ല. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മരണം ആസന്നമാകുന്നതുവരെ പെരുമ നടിച്ച് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദി ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അപ്പോൾ ഈ മനുഷ്യൻ അവൻ്റെ ധനം അവനെ സ്വയം പര്യാപ്തനാക്കി. ഇനി ഒരു ആവശ്യത്തിന് പണമുള്ളത് കൊണ്ട് ഒരു ചുക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അയാൾ കരുതി. ഇങ്ങനെ കരുതിയ ഒരു കോട്ടക്കാരൻ്റെ കഥ സൂറത്തുൽ കഹ്ഫിൽ, നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തുൽ കഹ്ഫിലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് തകരാറുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ മനുഷ്യർ നിഗളിച്ച് അഹന്ത നടിച്ച് പെരുമ കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ശ്രദ്ധ ലേശം പുറകോട്ടൊന്ന് തിരിക്കുകയാണ്. ഇപ്പം നിൻ്റെ പോക്ക് കണ്ടാൽ ഇങ്ങനെയൊക്കെയാണ് കഥ എന്ന് നിനക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടേ മനുഷ്യ, നിൻ്റെ ഉത്ഭവം മണ്ണിൽ നിന്നാണ്, പിന്നെ ഈ രേതസ്കണത്തിൽ നിന്നാണ്, അത് പിന്നീട് ആ ഒരു മാംസപിണ്ഡമായി മാറി. ആ മാംസപിണ്ഡത്തിൻ്റെ മേലെ പിന്നീട് എല്ലുകൾ രൂപപ്പെട്ട് ഈ മാംസപിണ്ഡം ആ എല്ലുകളെ പൊതിഞ്ഞു. സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗാത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. അങ്ങനെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു നിശ്ചിത കാലയളവ് വരെ നിങ്ങളെ അവിടെ നിക്ഷേപിച്ചു. വമിൻകും മൻ യതവഫ വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ. നിങ്ങളിൽ ചിലർ വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നുണ്ട്. ചിലപ്പം പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ജീവനില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രസവിച്ച് ഇത്ര ദിവസം കഴിഞ്ഞ്. മനുഷ്യന് മരിക്കാൻ പ്രായമായിട്ടൊന്നൊരു ബന്ധവുമില്ല. എല്ലാ പ്രായത്തിലുള്ളവരും മരിച്ചു കൊണ്ടിരിക്കുന്നത് നിത്യേന നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും മരിച്ചത് പൊടുന്നനെയാണ്. പൊടുന്നനെ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായി നമ്മളെയൊക്കെ പോലെ ഒരു കുഴപ്പമില്ല എന്ന് സാധാരണഗതിയിൽ, വലിയ പരിശോധനക്കൊക്കെ പോയാൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം പലർക്കും പലപ്പോഴും. പക്ഷെ അങ്ങനെയൊന്നുമില്ലാതെ സാധാരണഗതിയിൽ പ്രതിസന്ധികളില്ല, അതുകൊണ്ട് പരിശോധനയുമില്ല എന്ന മട്ടിൽ ജീവിക്കുന്ന ആരോഗ്യവാന്മാർ എന്ന് കരുതുന്ന ആളുകൾ പൊടുന്നനെ നിലച്ചു പോവുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ ജീവിതം അങ്ങ് നിലച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മിൻകും മൻ യുതവഫ, മരണപ്പെടുന്ന ആളുകളുണ്ട്. ഒമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അങ്ങേ അറ്റത്തെ പ്രായം വരെ, പ്രായാധിക്യം വരെ അവസരം നീട്ടിക്കിട്ടിയവരുമുണ്ട്. ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, എല്ലാവർക്കും എല്ലാം പഠിപ്പിച്ചിരുന്ന ഒരു രക്ഷിതാവും പിതാവും കൈകാര്യകർത്താവുമായ ആള് കൂനിക്കൂടി ഇപ്പോൾ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ മക്കൾ പറയും, വല്യപ്പം നിങ്ങളെ കസേര ഇവിടെ അല്ല, നിങ്ങൾ അങ്ങോട്ട് ഇരുന്നോളി. എല്ലാം അറിഞ്ഞ ശേഷം ഒരു ചുക്കും അറിയാത്തവനായി നിങ്ങളെ അവൻ മാറ്റുന്നു. വാർദ്ധക്യം അതിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ പ്രായമുള്ളവരുടെ ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പ്രായമുള്ളവരെ പരിഗണിക്കണം, അവരെ പ്രയാസപ്പെടുത്താതെ നോക്കണം. അവർ
ഒരു കൊച്ചു, നിങ്ങളിപ്പോൾ ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്തിട്ട്, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇത് പറയാണ്, ഒരു വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്തിട്ട് കുസൃതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ വെറുതെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിയും താഴ്ത്തിയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു എന്ന് വരും, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ആഞ്ഞ് ചവിട്ടി എന്ന് വരും. കുസൃതിക്കാരനായ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മുഖത്ത് കണ്ണട അടക്കം കൂട്ടിയിട്ട് ഈ കുട്ടി ആഞ്ഞ് ചവിട്ടി എന്ന് വരും. നമ്മൾ കുട്ടിയോട് അപ്പം നമുക്ക് സ്നേഹം ഒന്നും കൂടി കൂടുകയാണ്. നമ്മൾ താഴ്ത്തിയിട്ട് അവൻ്റെ കവിളിൽ അമർത്തി ഒരു ചുംബനം കൊടുക്കും. നിങ്ങളുടെ വീടുകളിലുള്ള പ്രായം ചെന്ന ആളുകളുടെ വാക്കും പ്രവൃത്തിയും ഇതുപോലെ തന്നെയാണ് എന്ന് കാണണം. ഒരു വെറുപ്പും തോന്നാതെ വർദ്ധിതമായ വാത്സല്യത്തോടെയും മാതാപിതാക്കളോടുള്ള ഇടപാടിനെ പറ്റി നമ്മൾ വേറെ പറയാറുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. എല്ലാം അറിയും. നിങ്ങളിൽ പൊടുന്നനെ മരിച്ചു പോകുന്നവരുണ്ട്. ജീവിതാന്ത്യം അങ്ങനെ ജീവിതാവസരം നീട്ടി അവസാനം എല്ലാം അറിയുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് വാർദ്ധക്യ സഹജമായ അവശതയോടെയും വിവശതയോടെയും എത്തുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനങ്ങളാണ്. പൊടുന്നനെ പടച്ചവൻ അവിടെ നിർത്തി. നിങ്ങൾ ഭൂമിയെ വരണ്ടുണങ്ങിയതായിട്ട് കാണുന്നു. വേനൽ ഇപ്പം മഴ തുടങ്ങിയേ ഉള്ളൂ. ഈ പ്രാവശ്യം അത്ര വലിയ വേനലുണ്ടായിട്ടില്ല. അതിശക്തമായ വേനലുണ്ടാകുമ്പോൾ ഏകദേശം എപ്പോഴും വളക്കൂറുള്ളതും പിന്നെ ജലസാന്നിധ്യമുള്ളതുമായ മണ്ണുള്ള ഈ കേരളത്തിൽ പോലും പല പറമ്പുകളും പല തൊടിയും കണ്ടാൽ മരുഭൂമി പോലെ ആയിരിക്കും. സകല സാധനങ്ങളും ഉണങ്ങി പൂതലിച്ച് ആകെ വരണ്ട് ഉണങ്ങി. ഇനി ഇവിടെ ഒരു കൃഷി വീണ്ടും ഉണ്ടാക്കിയെടുക്കുക സാധ്യമാണോ എന്ന് വരെ സംശയിക്കാവുന്ന അവസ്ഥയിൽ ഭൂമി വരണ്ടുണങ്ങിയതായിട്ട് നിങ്ങൾ കാണുന്നു. അങ്ങനെ അപ്പോഴതാ അതിൻ്റെ മുകളിലേക്ക് മഴ വർഷിക്കുന്നു. അവ പുഷ്പിച്ച് മനോഹാരമായ ചേതോഹരങ്ങളായ ചേതോഹരങ്ങളായ തോട്ടങ്ങൾ എന്ന് ഖുർആൻ പ്രയോഗിച്ചല്ലോ. മാനത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചിട്ട് ചേതോഹരങ്ങളായ തോട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ ആദ്യം ഉണ്ടായിരുന്ന എന്തൊക്കെ ചെടികളാണോ അത് കുറച്ചും കൂടി ഇരട്ടിയായിരിക്കുകയാണ്. കാരണം ഒരു പൂവ് 1000 വിത്തുകളെയാണ്, എണ്ണല്ല, അസംഖ്യം വിത്തുകളെയാണ് ഉൽപ്പാദിച്ചിട്ടുള്ളത്. ഇത്രയും ചെടികളാണ് ഉണങ്ങിപ്പോയത്. പക്ഷേ ആ ചെടിയുടെ അടുത്ത തലമുറ വന്നു നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ ഉള്ളത് തിരിച്ചു വരെ പോലുമല്ല, വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് കൺമുമ്പിൽ നിത്യേന നിങ്ങൾ കാണുന്നില്ലേ? വരണ്ടുണങ്ങിപ്പോയ ഇനിയിപ്പോൾ നിങ്ങളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തെക്കുറിച്ചും ചിന്തിച്ച് ഞാൻ ഈ ഇല്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയ ഒരുത്തനായി മാറിയിട്ടുണ്ടെങ്കിൽ എന്നെ വീണ്ടും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ എൻ്റെ റബ്ബിനൊരു പ്രയാസവുമില്ല എന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ഹാമിദത്തൻ, നിങ്ങൾ ആ ഭൂമിയെ നോക്കുന്നില്ലേ? വരണ്ടുണങ്ങിയ ആ ഭൂമിയെ നോക്കുന്നില്ലേ? മഴ വർഷിക്കുമ്പോഴേക്ക് അപ്പോൾ മാസങ്ങളോളം ഈ ധാന്യങ്ങൾ അവിടെ ഏതോ ഒരു വാഗ്ദാനം പുലരാനുണ്ടെന്ന കണക്കെ. മണ്ണിൻ്റെ അടിയിൽ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ പെട്ടാൽ ദ്രവിച്ച് പൂതലിച്ചു പോകും. പക്ഷെ വലുതും ചെറുതുമായ ഈ ധാന്യമണികളൊന്നും ദ്രവിച്ചു പോയിട്ടില്ല. പക്ഷിമൃഗാദികൾ ഭക്ഷിച്ചാൽ അവ വിസർജിക്കുന്നത് എവിടെ? അവിടെ അവ വളരുകയാണ്. എന്നിട്ട് ഉണങ്ങി വരണ്ടുപോയ ഈ മണ്ണിൽ ഈ ധാന്യമണി അവിടെ കിടന്നു, പയറിൻ്റെ വിത്ത് അവിടെ കിടന്നു. എന്തോ ഒരു വാഗ്ദാനം പുലരാനുണ്ടെന്ന കണക്കെ. ദ്രവിച്ചും പൂതലിച്ചൊന്നുമില്ല, അവിടെ കടന്നു. സമയമെത്തി, മഴ പെയ്തു, ജലത്തിൻ്റെ ഈർപ്പം അതിനടുത്തേക്ക് എത്തി. ആ ധാന്യമണി പതിയെ ചീർത്ത് വീർക്കാൻ തുടങ്ങി. അത് പൊട്ടിമുളച്ച് ഒരു നേരിയ നാമ്പുണ്ടായി. കോഴിക്കുഞ്ഞിൻ്റെ കാലിൻ്റെ വിരലിൻ്റെ തുമ്പ് തട്ടിയാൽ പൊട്ടിപ്പോകാവുന്ന ലോലമായ ആ മുള മണ്ണിൻ്റെ ഉപരിതലത്തെ പിളർത്തി പുറത്തേക്ക് വന്നു. കണ്ടിട്ടില്ലേ?
പയറൊക്കെ മുളച്ച് വരുന്നത്. നെല്ലൊക്കെ വിതച്ചാൽ സൂചി മുനകളായിട്ട് മണ്ണിൽ നിന്ന് മണ്ണിങ്ങോട്ട് പിളർന്നിട്ട് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് അടർന്നു പോന്നിട്ടുണ്ടാവും. വളരെ മൃദുലമായ ഒരു സ്പർശനത്തിൽ പൊട്ടിപ്പോകാവുന്ന ഈ ധാന്യമണിയുടെ മുളക്ക് ആ മണ്ണിനെ പിളർത്താൻ എവിടെ നിന്ന് ശേഷി കിട്ടി? അതുകൊണ്ട് ഇവൻ്റെ മുമ്പിൽ ഇവൻ്റെതാണ് പ്ലാൻ, ഈ പടച്ചവൻ്റെതാണ് പ്ലാൻ, അവൻ്റെതാണ് രംഗസജ്ജീകരണം, അവൻ്റെതാണ് കഥ, അവൻ്റെതാണ് എല്ലാ തീർപ്പുകളും. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാളുണ്ടാകും. ആ നാളിൽ റബ്ബിനെ അഭിമുഖീകരിക്കേണ്ടി വരും. വലാകിൻ വനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ എന്ത് കരുതി? ഞാൻ ചെയ്യുന്ന മിക്കതും അള്ളാഹ് അറിയൂല എന്ന് വിചാരിച്ചു. വദാലിക്കും വന്നുക്കും അല്ലദീ വനൻതും ബിറബ്ബിക്കും മർദാക്കും. നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള ഈ മൂഢധാരണയുണ്ടല്ലോ, അതാണ് നിങ്ങളെ ഇന്ന് ഈ പരുവത്തിലാക്കിയത് എന്ന് പരലോകത്ത് വെച്ചിട്ട് മനുഷ്യനും അവൻ്റെ തൊലിയും തമ്മിലുള്ള ഒരു തർക്കം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ റമദാനിൽ ഈ ജീവിത റെക്കോർഡിൻ്റെ ശുദ്ധീകരണം എന്ന ആശയത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ പലതവണ ആ ഭാഗം ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പറയലല്ല ഇപ്പം എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു ഓർമ്മ എപ്പോഴും വേണം. ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും, ഓരോ കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും, ഓരോ തീരുമാനമെടുക്കുമ്പോഴും, ഓരോ സംരംഭം തുടങ്ങുമ്പോഴും, ഓരോ കൂട്ടുകെട്ട് ശക്തിപ്പെടുത്തുമ്പോഴും, ഓരോ ഇടപാടുകൾ രൂപകൽപ്പന ചെയ്യുമ്പോഴും നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഈ എല്ലാ ഇടാകൂടങ്ങളുമായിട്ടും എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്ന ഓർമ്മ വേണം. ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ സജീവമാക്കാൻ പറ്റുന്ന ഓരോ പാഠങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അത് നിരീക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്കാണ് പടച്ചവൻ ഈ ആയത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വീഴ്ചകളും പോരായ്മകളും പുറത്തു തരണേ അല്ലാ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്നതിൻ്റെ പേരിൽ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന സഹോദരങ്ങളുടെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. രോഗികളായ ധാരാളം ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പടച്ചവനെ, അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ഇസ്ലാമിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞങ്ങളോടൊപ്പം ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ ആ സഹോദരന്മാർക്കും സഹോദരികൾക്കും നീ തൗഫീക്ക് നൽകണേ റബ്ബേ. അവസാനം നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ നാഥ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂർ.